നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മള് കുറച്ച് +1 ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ അവസാനത്തെ ക്ലാസ് ആണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള 2 ക്ലാസ്സുകൾ ആൾറെഡി നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 11 ചാപ്റ്ററുകളോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതുവരെ. സെക്കൻഡ് ടെക്സ്റ്റിലെ ഫുൾ ചാപ്റ്ററുകളും ഫസ്റ്റ് ടെസ്റ്റിലെ കുറച്ച് ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ആകെ 3 ചാപ്റ്ററുകൾ മാത്രമാണ്. +1 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, രണ്ടാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറാമത്തെ ചാപ്റ്ററിലൂടെ തെർമോഡൈനാമിക്സ്. ഈ 3 ചാപ്റ്ററുകൾ മാത്രമേ നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈനറ്റിക് മോളിക്യുലാർ തിയറി ഓഫ് ഗ്യാസസ്. എന്താണ് കൈനറ്റിക് മോളിക്യുലാർ തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആദ്യത്തെ ഒരു തിയറിയാണ് എന്ന് പറയുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഈ തിയറി വെച്ചിട്ടാണ് നമ്മൾ ബോയിൽസ് ലാ, ചാൾസ് ലാ, അവഗാഡ്രോസ് ലാ തുടങ്ങിയ നിയമങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ തിയറി കൊണ്ടുവന്നത് മാക്സ്വെൽ, ബോൾസ്മാൻ, ക്ലാഷ്യസ് തുടങ്ങിയ 3 സയന്റിസ്റ്റുകളാണ് ഈ തിയറി പറയുന്നത്. കൈനറ്റിക് മോളിക്യുലാർ തിയറി എന്ന് പറയുന്ന തിയറി ഇത് ഒരു എന്താണ് തിയററ്റിക്കൽ ബേസിൽ മാത്രം പറയുന്ന ഒരു തിയറിയാണ്. അതായത് ഇതിന് എക്സ്പെരിമെന്റൽ എവിഡൻസുകൾ ഒന്നും തന്നെ ഇല്ല. മാക്സ്വെല്ലും ബോൾസ്മാനും ക്ലാഷ്യസും അവരുടെ മനസ്സിലേക്ക് വന്ന കുറെ ആശയങ്ങളെ കുറെ പോയിന്റുകളായിട്ട് എഴുതി തയ്യാറാക്കി. ആ പോയിന്റുകളെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കൈനറ്റിക് മോളിക്യുലാർ തിയറി ഓഫ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനുള്ളിലുള്ളതെല്ലാം അസംഷനുകളാണ്, ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് പോയിന്റുകളാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്, കൈനറ്റിക് മോളിക്യുലാർ തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. കൈനറ്റിക് മോളിക്യുലാർ തിയറി ഓഫ് ഗ്യാസസിൽ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: എല്ലാ ഗ്യാസസും ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ണുകൊണ്ട് പോലും കാണുവാൻ കഴിയാത്ത, മൈക്രോസ്കോപ്പ് വഴി മാത്രം കാണാൻ കഴിയുന്ന ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള, ടൈനി പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഗ്യാസ് മോളിക്യൂൾസ് കൊണ്ടാണ്. സോ എവരി ഗ്യാസസ് ആർ കമ്പോസ്ഡ് ഓഫ് നൈട്രജൻ ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, ഓസോൺ ആയിക്കോട്ടെ, സൾഫർ ഡയോക്സൈഡ് ആയിക്കോട്ടെ, സൾഫർ ട്രയോക്സൈഡ് ആയിക്കോട്ടെ, എല്ലാ ഗ്യാസുകളും ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ണുകൊണ്ട് പോലും കാണുവാൻ കഴിയാത്ത കുഞ്ഞൻ പാർട്ടിക്കിളുകളായിട്ടുള്ള, വളരെ ചെറിയ പാർട്ടിക്കിളുകളായിട്ടുള്ള എന്തുകൊണ്ടാണ്, ഗ്യാസ് മോളിക്യൂൾസ് കൊണ്ടാണ്. ഈ ഗ്യാസ് മോളിക്യൂൾസ് ഒരു സ്ഥലത്തും ചുമ്മാ നിൽക്കത്തൊന്നുമില്ല. ഈ ഗ്യാസ് മോളിക്യൂൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു ഗ്യാസ് മോളിക്യൂൾ ആണെന്ന് വിചാരിക്കൂ. ഈ മോളിക്യൂൾ എപ്പോഴും അതിന് തോന്നിയ രീതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ തോന്നിയ രീതിയിൽ ഒരു ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മോഷനെ നമ്മൾ സിക്സാഗ് മോഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗ്യാസ് മോളിക്യൂളുകളെല്ലാം എപ്പോഴും എന്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, സിക്സാഗ് മോഷനിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതായത് ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ നമ്മൾ 2 പോയിന്റുകൾ പഠിച്ചു. എവരി ഗ്യാസസ് ആർ കമ്പോസ്ഡ് ഓഫ് ടൈനി ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് കാൾഡ് ഗ്യാസ് മോളിക്യൂൾസ്. എല്ലാ ഗ്യാസസും ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞൻ പാർട്ടിക്കിളുകളായിട്ടുള്ള, കണ്ണുകൊണ്ട് പോലും കാണുവാൻ കഴിയാത്ത പാർട്ടിക്കിളുകളായിട്ടുള്ള എന്തുകൊണ്ടാണ്, ഗ്യാസ് മോളിക്യൂളുകൾ കൊണ്ടാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഗ്യാസ് മോളിക്യൂൾസ് ആർ ആൾവേസ് ഇൻ റാൻഡം സിക്സാഗ് മോഷൻ. ഗ്യാസ് മോളിക്യൂളുകൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇതൊരു കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കുക. ഇതിനുള്ളിൽ കുറെ അധികം മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ മോളിക്യൂള് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ഈ മോളിക്യൂൾ തമ്മിൽ കൂട്ടിമുട്ടാം, അല്ലെങ്കിൽ ഈ മോളിക്യൂൾ പോയി കണ്ടെയ്നറിന്റെ വാളിലും എന്ത് ചെയ്യാൻ, കൂട്ടിമുട്ടാം. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഗ്യാസ് മോളിക്യൂൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്യാസ് മോളിക്യൂൾ എപ്പോഴും മൂവ് ചെയ്യുമ്പോൾ ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ കൊളൈഡ് ചെയ്യാം, അതേപോലെ ഗ്യാസ് മോളിക്യൂൾ പോയി ഈ കണ്ടെയ്നറിന്റെ ഉൾവശത്തും പോയി എന്ത് ചെയ്യാം, കൊളൈഡ് ചെയ്യാം. അപ്പോ 2 തരത്തിലുള്ള കൊളിഷനുകൾ അവിടെ വരുന്നുണ്ട്. കൊളിഷൻ എന്ന് വെച്ചാൽ എന്താണ്, കൂട്ടിമുട്ടലുകൾ. ഒരു കണ്ടെയ്നറിനുള്ളില് ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ കൊളൈഡ് ചെയ്യും. അത് ഒന്നാമത്തെ കൊളിഷൻ. ഒന്നാമത്തെ കൊളിഷൻ എന്താണ്, കൊളിഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്. കൊളിഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് വരാം. രണ്ടാമത്തെ കൊളിഷൻ എന്താണ്, കൊളിഷൻ ബിറ്റ്വീൻ മോളിക്യൂൾ വിത്ത് വാൾ
container. Collision between molecule with the wall of container. കണ്ടെയ്നറിന്റെ ഉൾവശവും മോളിക്യൂളും തമ്മിൽ എന്ത് ചെയ്യാം, കൂട്ടിമുട്ടാം. So there exist two type of molecular collisions in a gas. So 3 പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. Every gases are composed of tiny discrete particles called gas molecules. Gas molecules are always in random zigzag motion. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? During their motion there exist two type of collision. The collision between molecules and collision between molecule with the wall of the container. 3 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റിയാക്ടന്റും അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂളുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂളുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടാം. ഈ ഗ്യാസ് മോളിക്യൂൾ പോയി വോളിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, കൂട്ടിമുട്ടാം. ഇനി 4ാമത്തെ പോയിന്റ്, എല്ലാ ഗ്യാസുകൾക്കും ഒരു പ്രഷർ ഉണ്ട്. ഗ്യാസുകൾക്ക് മാത്രം പറയാൻ പറ്റിയ ഒരു പ്രത്യേകതയാണ് അതിന്റെ പ്രഷർ. അപ്പൊ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് ആ മോളിക്യൂൾ പോയി വോളിൽ ഇടിക്കുന്നത് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ 4ാമത്തെ പോയിന്റ് എങ്ങനെ പറയാം? ഗ്യാസ് പ്രഷർ ഈസ് ക്രിയേറ്റഡ്. ഗ്യാസ് പ്രഷർ ഈസ് ക്രിയേറ്റഡ് ഡ്യൂ ടു ദ collision between molecules with the inner walls of the container. മോളിക്യൂളുകളും ഒരു ഗ്യാസിനുള്ളിലെ മോളിക്യൂളുകളും ഗ്യാസിനുള്ളിലെ ആ വാളിൽ പോയി കൂട്ടിമുട്ടുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഗ്യാസ് പ്രഷർ ഉണ്ടാവുന്നത്. അവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചോദിക്കും? ഗ്യാസ് പ്രഷർ ഈസ് ക്രിയേറ്റഡ് ഡ്യൂ ടു ഡാഷ്. എന്തെഴുതും? ഡ്യൂ ടു ദ കൊളിഷൻ ബിറ്റ്വീൻ മോളിക്യൂൾ വിത്ത് ദി വാൾ ഓഫ് ദി കണ്ടെയ്നർ. ഇനി 5ാമത്തെ പോയിന്റ് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോ ഒരു ഗ്യാസിന്, ഓരോ ഗ്യാസും ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ ഈ കണ്ടെയ്നറിനെ ഞാൻ എടുത്ത് നന്നായിട്ട് ചൂടാക്കുന്നു എന്ന് വിചാരിക്കുക. ഈ കണ്ടെയ്നറിനെ എടുത്ത് ഒരു അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നു എന്ന് വിചാരിക്കുക. ചൂടാക്കുമ്പോൾ ഇതിന് ഈ കണ്ടെയ്നറിന്റെ വാള് ചൂട് പിടിക്കുമ്പോൾ ഇതിനകത്തുള്ള മോളിക്യൂളും എന്ത് ചെയ്യാൻ തുടങ്ങും? ചൂട് പിടിക്കാൻ തുടങ്ങും. ചൂട് പിടിക്കുന്ന വെച്ചാൽ എനർജി കൂടുന്നു. എനർജി കൂടിയാൽ അത് ഇപ്പോൾ ഓടുന്നതിനേക്കാളും വേഗത്തിൽ ഓടാൻ തുടങ്ങും. ഓടാൻ ആവശ്യമായ എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ടെമ്പറേച്ചർ കൂടുതൽ കൊടുത്താൽ ഇതിനുള്ളിലെ മോളിക്യൂളുകൾ, ഈ കണ്ടെയ്നറിനുള്ളിലെ മോളിക്യൂളുകൾ കൂടുതൽ വേഗതയിൽ ഓടാൻ തുടങ്ങും. അപ്പൊ നമുക്ക് പറയാൻ കഴിയും എന്താണ്? നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറും അല്ലെങ്കിൽ ഗ്യാസ് ഇരിക്കുന്ന ടെമ്പറേച്ചറും ആ മോളിക്യൂളുകളുടെ കൈനറ്റിക് എനർജിയും എങ്ങനെയായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. The kinetic energy of gas molecule is proportional to the absolute temperature at which the gas is taken. ഓരോ ഗ്യാസിന്റെയും ഉള്ളിലുള്ള ഗ്യാസ് മോളിക്യൂളുകളുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതും ആ ഗ്യാസ് എടുത്തു വെച്ചിരിക്കുന്ന പർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും നേർ അനുപാതത്തിൽ അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ആയിരിക്കും. 6ാമത്തെ പോയിന്റ് പറയുന്നത് എങ്ങനെയാണ്? മാക്സ്വെല്ലും ബോൾട്സ്മാനും ക്ലാഷ്യസും ചേർന്ന് പറഞ്ഞ 6ാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: ഒരു കണ്ടെയ്നറിനുള്ളിൽ ഗ്യാസ് ഉണ്ട്. ഗ്യാസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്യാസ് മോളിക്യൂളുകൾ കൊണ്ടാണ്. ഗ്യാസ് മോളിക്യൂളുകൾ തമ്മിൽ യാതൊരുവിധ അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാകാൻ സാധ്യതയില്ല. There exists no force of attraction. Between gas molecules in a container of gas. ഒരു ഗ്യാസ് കണ്ടെയ്നർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള മോളിക്യൂളുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിൽ ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. There exists no force of attraction between gas molecules which are placed inside a container. ഓക്കെ. 7ാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്. ഒരു മോളിക്യൂളിന് ഇരിക്കാൻ ഇത്ര സ്ഥലം മതി അല്ലെ? ഒരു മോളിക്യൂളിന് ഇരിക്കാൻ ഇത്ര സ്പേസ് മതി. ഒരു ഗ്യാസിന് ഇരിക്കാനാണെങ്കിലോ ഈ കണ്ടെയ്നറിന്റെ ഉൾവശം മുഴുവൻ വേണ്ടി വരും അല്ലെ? അപ്പൊ ഒരു ഗ്യാസിനെ ഒരു കണ്ടെയ്നറിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ഒരു വലിയ വാല്യൂ ആണ്. ആ കണ്ടെയ്നറിന്റെ ഉൾവശം മുഴുവനാണ് ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം ഒരു മോളിക്യൂളിന്റെ വോളിയം ഗ്യാസിന്റെ വോളിയവുമായി താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ, കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ 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 ചെറുതായതുകൊണ്ട് ആ ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയത്തിനെ നമുക്ക് എന്ത് ചെയ്ത് കളയാം? നെഗ്ലക്ട് ചെയ്ത് കളയാം. The volume of the gas molecule is negligibly small, അല്ലെങ്കിൽ can be neglected as comparison with the total volume of the
gas taken in the container. ഒരു കണ്ടെയ്നറിനകത്ത് എടുത്തിരിക്കുന്ന ഗ്യാസിന്റെ വോളിയം എന്ന് പറയുമ്പോൾ ആ കണ്ടെയ്നറിന്റെ ഉൾവശം മുഴുവനായിട്ട് അല്ലെ. പക്ഷെ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം ആണെങ്കിലോ വളരെ 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 ചെറിയൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം ഗ്യാസിന്റെ ആകെ വോളിയവുമായി താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ, കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം വളരെ ചെറിയ വിലയും ഗ്യാസിന്റെ വോളിയം വളരെ ഒരു വലിയ വിലയുമായതുകൊണ്ട് ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം നമുക്ക് എന്ത് ചെയ്ത് കളയാം, നെഗ്ലക്ട് ചെയ്ത് കളയാം എന്നാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് പറയുന്നത്. ദ വോളിയം ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ can be neglected on comparison with the total volume of the gas taken inside a container. ഒരു കണ്ടെയ്നറിനകത്ത് എടുത്തിരിക്കുന്ന ഗ്യാസിന്റെ വോളിയം വളരെ വലുതും അതിനുള്ളിലുള്ള ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം വളരെ ചെറുതുമായതിനാൽ മോളിക്യൂളിന്റെ വോളിയം ടോട്ടൽ വോളിയവുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ആ മോളിക്യൂളിന്റെ വോളിയം നെഗ്ലക്ട് ചെയ്ത് കളയാം എന്നാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലെ 7ാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പൊ ഈ 7 പോയിന്റുകളാണ് നമുക്ക് കൈനറ്റിക് തിയറിയിൽ പഠിക്കാനായിട്ടുള്ളത്. ഈ 7 പോയിന്റുകൾ. ഈ 7 പോയിന്റുകളില് ഞാൻ പറഞ്ഞല്ലോ, ഈ 7 പോയിന്റുകൾക്കും വ്യക്തമായ ശാസ്ത്രീയ അടിത്തറകൾ, സയന്റിഫിക് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഇവരുടെ മനസ്സിലേക്ക് വന്ന കുറെ ആശയങ്ങൾ, ഇതുവരെ ഇവർ പഠിച്ച സയൻസിൽ നിന്ന് ഇവരുടെ മനസ്സിലേക്ക് വന്ന കുറച്ച് ആശയങ്ങളെ അവർ എന്ത് ചെയ്തു, കുറച്ച് പോയിന്റുകളായി, പോസ്റ്റുലേറ്റുകളായി നിരത്തി. അതിനെയാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ എല്ലാ പോയിന്റുകളും ശരിയാകണം എന്ന് നിർബന്ധമില്ല. ഇതിലെ 2 പോയിന്റുകൾ തെറ്റായിരുന്നു. ഏതൊക്കെയാണ് ആ 2 പോയിന്റുകൾ? ഈ 6ാമത്തെയും 7ാമത്തെയും. അപ്പൊ ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കും, എന്താണ് വാട്ട് ആർ ദ 2 faulty assumptions? What are the 2 faulty assumptions made in the കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്? 2 തെറ്റായിട്ടുള്ള കൈനറ്റിക് തിയറിയിൽ ഉൾപ്പെടുത്തിയ ധാരണകൾ, ചിന്തകൾ അല്ലെങ്കിൽ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ പറയണം? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്നത് 0 ആണ് എന്ന് സയന്റിസ്റ്റുകൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും മോളിക്യൂളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ 0 ആവത്തില്ല, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോളിഡിന്റെ അകത്തുള്ള മോളിക്യൂളുകൾ തമ്മിൽ അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അതിനേക്കാളും കുറവാണ് ലിക്വിഡിനകത്തുള്ള മോളിക്യൂളുകൾക്കിടയിലുള്ള അട്രാക്ഷൻ. അതിനേക്കാളും കുറവാണ് ഗ്യാസിനകത്തുള്ള മോളിക്യൂളുകൾക്കിടയിലുള്ള അട്രാക്ഷൻ. കാരണം ഗ്യാസിൽ മോളിക്യൂളുകൾ ദൂരെയാണ് ഇരിക്കുന്നത്, പക്ഷേ അവിടെ എന്തുണ്ട്? അട്രാക്ഷൻ ഉണ്ട്. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഗ്യാസിനകത്തുള്ള ഗ്യാസ് മോളിക്യൂളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ 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 കുറവാണ്. പക്ഷെ അവിടെ എന്തുണ്ടടേ? അട്രാക്ഷൻ ഉണ്ട്. അതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, 6ാമത്തെ പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. എന്താണ് 6ാമത്തെ പോയിന്റ്? there exists no force of attraction. there exists no force of attraction between gas molecule എന്നാണ് സയന്റിസ്റ്റുകൾ പറഞ്ഞത്. പക്ഷെ അത് തെറ്റായിരുന്നു. there exists force of attraction between gas molecule. 7ാമത്തെ പോയിന്റ് എന്തായിരുന്നു? വോളിയം ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ ഇസ് നെഗ്ലക്റ്റഡ്. എങ്ങനെ നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്നത്? എല്ലാ മോളിക്യൂളൂടെ ചേർന്നല്ലേ ഈ ടോട്ടൽ ഗ്യാസ് വരുന്നത്. അപ്പൊ ടോട്ടൽ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ ഗ്യാസ് മോളിക്യൂളുകളുടെ വോളിയത്തിനെയല്ലേ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ മോളിക്യൂളിന്റെ വോളിയം നമ്മൾ അങ്ങനെ കളയുകയാണെങ്കിൽ ഗ്യാസിനോടൊരു വോളിയം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് 7ാമത്തെ പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നെഗ്ലക്ട് ചെയ്ത് കളയാനായിട്ട് പറ്റത്തില്ല. ഓർത്തോണം, 6ാമത്തെ പോയിന്റും 7ാമത്തെ പോയിന്റും എന്തായിരുന്നു? തെറ്റായിട്ടുള്ള 2 അസംഷൻസ് ആയിരുന്നു. ഇനി എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തായിരുന്നു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV ഈക്വൽ ടു NRT. B എന്താണ്? പ്രഷർ. V എന്താണ്? വോളിയം ഓഫ് ദി ഗ്യാസ്. N എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഗ്യാസ്. R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T എന്താണ്? ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഗ്യാസ് ഈസ് ഒക്കുപ്പൈഡ്. അപ്പൊ ഇതിന്റെ ഈ വാല്യൂസ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് PV ഈക്വൽ ടു NRT എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, PV ഈക്വൽ ടു NRT എന്ന് പറയുന്ന ഇക്വേഷനെ എല്ലാ ഗ്യാസുകളും ഒബേ ചെയ്യുന്നില്ല. ഏത് ഗ്യാസ് ആണോ PV ഈക്വൽ ടു NRT എന്ന് പറയുന്ന ഇക്വേഷൻ ഒബേ ചെയ്യുന്നത്, ആ ഗ്യാസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഗ്യാസസ്. ഇത് ഞാൻ നേരത്തെ ഉള്ള ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ദോസ് ഗ്യാസസ് വിച്ച് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു NRT ഓവർ ആൾ ടെമ്പറേച്ചർ, ആൾ പ്രഷർ ആൻഡ് ആൾ കോൺസെൻട്രേഷൻ റേഞ്ച് ആർ കാൾഡ് ഐഡിയൽ ഗ്യാസസ്. എല്ലാ ടെമ്പറേച്ചറിലും, എല്ലാ പ്രഷറിലും, എല്ലാ വോളിയത്തിലും,
എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ ഐഡിയൽ ഗ്യാസസ് എന്നും, ഒബേ ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ റിയൽ ഗ്യാസസ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, എന്താണ് ഐഡിയൽ ഗ്യാസ്, എന്താണ് റിയൽ ഗ്യാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യണ ഗ്യാസുകളെ ഐഡിയൽ ഗ്യാസ് എന്നും, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്ത ഗ്യാസുകളെ നമ്മൾ എന്തെന്നും വിളിക്കും, റിയൽ ഗ്യാസുകൾ എന്നുമാണ് വിളിക്കുന്നത്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസുകളെ ഐഡിയൽ ഗ്യാസ് എന്നും, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്ത ഗ്യാസിനെ റിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഇമാജിനറി കൺസെപ്റ്റ് മാത്രമാണ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് പ്രകൃതിയിലില്ല. പ്രകൃതിയിൽ നമുക്ക് ചുറ്റും കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും നൈട്രജനും കാർബൺ മോണോക്സൈഡും എല്ലാം ഏത് ഗ്യാസുകളാണ്? റിയൽ ഗ്യാസുകളാണ്. എന്തുകൊണ്ട് ഐഡിയൽ ഗ്യാസ് റിയൽ ഗ്യാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഫോൾട്ടി അസംഷൻസ് തന്നെയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. കൈനറ്റിക് മോളിക്കുലാർ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അഥവാ PV = nRT എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഈ രണ്ട് പോയിന്റുകളെ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത സമയത്ത്. സോ ഈ രണ്ട് പോയിന്റുകൾ എന്ന് പറയുന്നത് തെറ്റായിരുന്നു. ആ രണ്ട് പോയിന്റുകൾ തെറ്റായതുകൊണ്ടാണ് ഈ ഇക്വേഷൻ അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഈ ഇക്വേഷനെ എല്ലാ ഗ്യാസസിനും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാതെ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, റിയൽ ഗ്യാസസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റീസൺ ദാറ്റ് presence of two faulty assumptions made in the kinetic molecular theory of gases. Kinetic molecular theory of gases വന്ന രണ്ട് തെറ്റായിട്ടുള്ള അസംഷൻസ് കാരണമാണ് ഈ ഒരു ഇക്വേഷൻ എല്ലാ ഗ്യാസസിനും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അപ്പോൾ എല്ലാ ഗ്യാസിനും ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? മോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്തത് വാൻഡർവാൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ആ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് വാൻഡർവാൾ ഇക്വേഷൻ. വാൻഡർവാൾ ഇക്വേഷൻ. വാൻഡർവാൾ ഇക്വേഷൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ P+an²/v² ഇൻറ്റു v - nb = nRT. ഇതാണ് നമ്മുടെ എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്? വാൻഡർവാൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ P എന്ന് പറയുന്നത് പ്രഷർ ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്, A എന്ന് പറയുന്നത് വാൻഡർവാൾ കോൺസ്റ്റന്റ് ആണ്, B എന്ന് പറയുന്നത് എന്താണ്? വാൻഡർവാൾ കോൺസ്റ്റന്റ്. വാൻഡർവാൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചൊരു കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത് വാൻഡർവാൾ കോൺസ്റ്റന്റ്. V എന്ന് പറയുന്നത് എന്താണ്? വോളിയമാണ്. അപ്പൊ ഈ ഒരു ടേം എന്ന് പറയുന്ന പ്രഷറിന്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഒരു ടേമിനെ നമുക്ക് പ്രഷർ കറക്ഷൻ ടേം എന്ന് വിളിക്കാം. ഇവിടെ NB എന്ന് പറയുന്ന ടേം വോളിയത്തിൽ നിന്ന് മൈനസ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് വോളിയത്തിലുള്ള ഒരു കറക്ഷൻ ആണെന്ന് മനസ്സിലായി. സോ ഇതിനെ നമുക്ക് വോളിയം കറക്ഷൻ ടേം എന്ന് വിളിക്കാം. N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ്. R എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. N മോളിന് ഉള്ള വാൻഡർവാൾ ഇക്വേഷൻ എഴുതുക. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കുന്ന ഇക്വേഷൻ ആണ് എന്ന് പറയുന്നത് വാൻഡർവാൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. വാൻഡർവാൾ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത് എങ്ങനെയാണ്? P+an²/v² ഇൻറ്റു v - nb = nRT, where n is called number of moles of the gas. ക്ലിയർ ആണ്? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ തിരുത്തി ഉണ്ടാക്കിയ പുതിയ ഇക്വേഷന്റെ ഫോർമാറ്റ് അറിയാലോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, n മോൾ ഓഫ് ഗ്യാസിന്റെ വാൻഡർവാൾ ഇക്വേഷൻ ഇതാണെങ്കിൽ 1 മോൾ ഓഫ് ഗ്യാസിന്റെ വാൻഡർവാൾ ഇക്വേഷൻ എന്താണ്? 1 മോൾ ഓഫ് ഗ്യാസിന്റെ വാൻഡർവാൾ ഇക്വേഷൻ എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോൾ ആവുമ്പോൾ n-ന്റെ വാല്യൂ 1 ആവും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? P+a/v² ഇൻറ്റു 1² ഇൻറ്റു v - 1 ഇൻറ്റു b = 1 ഇൻറ്റു RT എന്നാവും. സോ ഇക്വേഷൻ നമുക്ക് പിന്നെയും മാറ്റാം. P+a/v² ഇൻറ്റു v - b = RT എന്നാവും. ഈ ഇക്വേഷൻ ആണ് 1 മോൾ ഓഫ് ഗ്യാസിന്റെ എന്ന് പറയുന്നത് വാൻഡർവാൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഗ്യാസുകളുമായി ബന്ധപ്പെട്ട് ഐഡിയൽ ഗ്യാസ്, റിയൽ ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് എന്താണെന്ന്, റിയൽ ഗ്യാസ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസ് ആണ്. ഇക്വേഷൻ ഒബേ ചെയ്യാത്ത ഗ്യാസുകൾ എന്ത് ഗ്യാസ് ആണ്? റിയൽ ഗ്യാസ് ആണ്. അപ്പൊ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും റിയൽ ഗ്യാസ് ഇക്വേഷനെ പറ്റി, ഐഡിയൽ ഗ്യാസുകളെയും റിയൽ ഗ്യാസുകളെയും പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ടേം കൊണ്ടുവന്നു. ദ ടേം ഇസ് കാൾഡ് കംപ്രസിബിലിറ്റി ഫാക്ടർ. കംപ്രസിബിലിറ്റി ഫാക്ടർ. എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ Z എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Z-ന്റെ വാല്യൂ = PV / nRT ആയിരിക്കും. അതായത് ഏതൊരു ഗ്യാസിന്റെയും പ്രഷറിന്റെ വോളിയം എടുക്കുക, പ്രഷറും വോളിയം മൾട്ടിപ്ലൈ ചെയ്യുക, ഏതൊരു ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ രണ്ടിനെയും കൊണ്ട് എന്തെടുക്കുക? റേഷ്യോ എടുക്കുക. റേഷ്യോ ഇട്ടുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത് Z എന്ന് പറയുന്നത്. Z is called കംപ്രസിബിലിറ്റി ഫാക്ടർ.
കംപ്രസിബിലിറ്റി ഫാക്ടർ ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഈസ് ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ NRT. P എന്ന് വെച്ചാൽ പ്രഷർ, V എന്താണ് വോളിയം ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്, R എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T എന്ന് പറയുന്നത് എന്താണ് ടെമ്പറേച്ചർ ആണ്. അതായത് ഏതൊരു ഗ്യാസിനെയും പ്രഷറും വോളിയോടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് NRT N R T കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടേം ആണ് എന്ന് പറയുന്നത് ഇസഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അതർവൈസ് കാൾഡ് കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പൊ നിങ്ങൾ നോക്കിയുടെ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഇസഡിന്റെ വാല്യൂ എത്രയായിരിക്കും? ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസുകളാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? PV ഈക്വൽ ടു NRT അല്ലേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലേ? PV ഈക്വൽ ടു NRT എന്നല്ലേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പൊ ഇസഡിന്റെ വാല്യൂ PV ബൈ NRT എന്നാണ്. അപ്പൊ PVയുടെ വാല്യൂ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ PV ഈക്വൽ ടു NRT ആയിരിക്കും. അതായത് PVയുടെ NRTയുടെ വാല്യൂ സെയിം ആയിരിക്കും. PVയുടെ വില ഒരു 5 ആണെങ്കിൽ NRTയുടെ വില എത്ര തന്നെ ആയിരിക്കും? 5 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇസഡിന്റെ വാല്യൂ 5/5 ഈക്വൽ ടു എത്ര കിട്ടൂടെ? 1 കിട്ടും. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഇസഡിന്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. ഫോർ ഐഡിയൽ ഗ്യാസ് ഇസഡ് വാല്യൂ ഇസ് ഈക്വൽ ടു 1. ബട്ട് ഫോർ റിയൽ ഗ്യാസുകളാണെങ്കിൽ ഇസഡ് വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഇസഡിന്റെ വാല്യൂ എന്താണ്? റിയൽ ഗ്യാസ് ആണെങ്കിൽ ഇസഡിന്റെ വാല്യൂ എന്താണ്? ഇസഡിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ്, ഇസഡിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ റിയൽ ഗ്യാസ്. നോട്ട് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 1 വരാം, അല്ലെങ്കിൽ എന്ത് വരാം? ലെസ് ദാൻ 1 വരാം. ഗ്രേറ്റർ ദാൻ 1 ലെസ് ദാൻ 1 വന്നു കഴിഞ്ഞാൽ ഇസഡ് നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയാം. അതെങ്ങനെയാണെങ്കിൽ ഏത് ഗ്യാസ് ആയിരിക്കും? റിയൽ ഗ്യാസ് ആയിരിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട്, ഇസഡ് എന്നതിനെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ശാസ്ത്രജ്ഞര് ഗ്രാഫ് വരയ്ക്കുകയുണ്ടായി. ഗ്രാഫ് ആകുമ്പോ അതിനൊരു എന്തൊക്കെ ആക്സിസ് ഉണ്ടാവും? ഇവിടെ ഒരു Y ആക്സിസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു X ആക്സിസും ഉണ്ടാവും. ഒരു Y ആക്സിസും ഒരു X ആക്സിസും. ഒരു Y ആക്സിസ് വരയ്ക്കുന്നു, ഒരു X ആക്സിസ് വരയ്ക്കുന്നു. X ആക്സിസിൽ നമ്മൾ പ്രഷർ എടുക്കുന്നു. X ആക്സിൽ എന്തെടുക്കുന്നു? പ്രഷർ എടുക്കുന്നു. Y ആക്സിൽ ഇസഡ് വാല്യൂ എടുക്കുന്നു. ഇസഡ് എന്ന് വെച്ചാൽ എന്താണ്? PV ഡിവൈഡഡ് ബൈ NRTയുടെ വാല്യൂസ് എടുക്കുന്നു. അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഇസഡ് വാല്യൂ കൂടി വരെയാണ്. ഇവിടെ നിന്ന് ഇത് ഒറിജിൻ ആണ്, അല്ലെങ്കിൽ 0 വാല്യൂ ആണ്. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ Pയുടെ വാല്യൂ എന്ത് ചെയ്തു പോകുന്നു? കൂടി പോകുന്നു. ഇവിടത്തെ ഇസഡിന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇസഡിന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇസഡിന്റെ വാല്യൂ ഇവിടുത്തെ വാല്യൂ 1 ആണെങ്കിൽ ഇസഡിന്റെ അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വര ഇട്ട് കഴിഞ്ഞാൽ, ഒരു ലൈൻ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, ആ ലൈനിൽ എവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ലൈനിലെ എല്ലാ പോയിന്റുകളിലും ഇസഡിന്റെ വില എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇസഡ് അഗൈൻസ്റ്റ് P ആണ് ഇവിടെ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇസഡ് അഗൈൻസ്റ്റ് P ഗ്രാഫ് വരയ്ക്കുമ്പോൾ വി ഹാവ് ഗോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ഏത് ആക്സിസ്? X ആക്സിസ്. X ആക്സിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു. ഈ ലൈനിന്റെ പ്രത്യേകത എന്താണ്? ഈ ലൈൻ എന്ന് പറയുന്നത് X ആക്സിന് പാരലൽ ആയിട്ടാണ് പോകുന്നത്. ഈ ലൈനിന്റെ ഏത് പോയിന്റുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ഈ ലൈനിലെ ഏത് പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം ഇസഡിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി ശാസ്ത്രജ്ഞർ പിന്നെ ഈ പരീക്ഷണങ്ങൾ തുടങ്ങി. ഓരോ ഗ്യാസും എടുത്തിട്ട് പ്രഷർ മാറ്റി ഇസഡിന് എന്ത് മാറ്റം വരുന്നു എന്ന് നോക്കി. ഓരോ ഗ്യാസും എടുത്തു, പ്രഷർ മാറ്റി കൊടുത്തു, അവിടെ ഇസഡിന്റെ വാല്യൂസിന് എന്ത് മാറ്റം വരും എന്ന് കണ്ടുപിടിച്ചു. അതായത് ഇസഡ് അഗൈൻസ്റ്റ് P ഗ്രാഫ് വരച്ചു. ഹൈഡ്രജന്റെ ഗ്രാഫ് വരച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. ഹൈഡ്രജന്റെ ഗ്രാഫ് വരച്ചപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. ഹൈഡ്രജൻ. ഹീലിയത്തിന്റെ ഗ്രാഫ് വരച്ചു. ഹീലിയത്തിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. ഹീലിയത്തിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. ഇനി കാർബൺ മോണോക്സൈഡിനെ പറ്റി പഠിച്ചു. കാർബൺ മോണോക്സൈഡിനെ പറ്റി പഠിച്ചപ്പോൾ കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയാണ്. കാർബൺ മോണോക്സൈഡ്. മീഥൈനെ പറ്റി പഠിച്ചു. മീഥൈനെ പറ്റി പഠിച്ചപ്പോൾ കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയാണ്. മീഥൈൻ. ഇവിടെ നിന്ന് എന്താ മനസ്സിലായേ? എല്ലാ ഗ്യാസുകളുടെയും ഇസഡിന്റെ വാല്യൂ പ്രഷറിന് അനുസരിച്ച് മാറുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇവിടെ എല്ലാ ഇസഡിന്റെ വാല്യൂ 1 ആണ്. ഈ ഗ്യാസുകളുടെ ലൈനുകളൊന്നും ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനിന് മുകളിൽ കിടക്കുന്നില്ല. അതായത് എല്ലാത്തിന്റെ ഇസഡ് വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1-നെക്കാളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1-നെക്കാളും കൂടിയാലും അത് റിയൽ ഗ്യാസ് ആണ്. 1-നെക്കാളും ഇവിടെ ചില ഗ്യാസസ്, ഈ ഹൈഡ്രജനെയും ഹീലിയത്തിനെയും സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രഷർ കൂടുമ്പോൾ ഇസഡ് വാല്യൂ സ്റ്റീപ്പായിട്ട് കൂടി പോകണം അല്ലേ? അപ്പൊ പ്രഷർ കൂടുമ്പോൾ ഇസഡ് വാല്യൂ സ്റ്റീപ്പായിട്ട് കൂടുന്നത് ആർക്കൊക്കെയാണ്? ഹൈഡ്രജനും ഹീലിയത്തിനും. ഹൈഡ്രജൻ ഗ്യാസിനെയും ഹീലിയം ഗ്യാസിനെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇസഡ് വാല്യൂ ഇസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു പ്രഷർ. പ്രഷറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഹൈഡ്രജന്റെ ഹീലിയത്തിന്റെ ഇസഡ് വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. പക്ഷേ കാർബൺ മോണോക്സൈഡിന്റെ മീഥേനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആദ്യം ഇസഡ് വാല്യൂ കുറയുന്നു, പിന്നെ കൂടുന്നു. ആദ്യം ഇസഡിന്റെ വാല്യൂ കുറയുന്നു, പിന്നെ കൂടുന്നു. അപ്പൊ ഇസഡിന്റെ വാല്യൂ ഫസ്റ്റ് ഡിക്രീസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ആർക്ക്? കാർബൺ മോണോക്സൈഡിനും അതേപോലെ മീഥൈനും.
ചില ഗ്യാസുകൾക്ക് പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഇസഡ് വാല്യൂ കൂടി പോകുന്നു. മറ്റു ചില ഗ്യാസുകൾക്കാണെങ്കിലോ, കാർബൺ മോണോക്സൈഡ്, മീഥേൻ പോലുള്ള ഗ്യാസുകൾക്കാണെങ്കിലോ ആദ്യം ഇസഡ് വാല്യൂ കുറയുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ഇസഡ് വാല്യൂ കൂടിപ്പോകുന്നു. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്നിന്റെ ഇസഡ് വില, ഇപ്പൊ ഈ ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനിലാണ് ഏതെങ്കിലും ഗ്യാസിന്റെ ഗ്രാഫ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ഐഡിയൽ ഗ്യാസ് ആണ്. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇതൊന്നും ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനിലല്ല കിടക്കുന്നത്. എല്ലാം ഒന്നുകിൽ ഇസഡിന്റെ വാല്യൂ ഒന്നിനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഇസഡിന്റെ വാല്യൂ ഒന്നിനേക്കാളും കുറവായിരിക്കും. കുറഞ്ഞ് ചിലതിന് എന്ത് ചെയ്തു പോകും, കൂടിപ്പോകും. അപ്പോൾ എല്ലാ ഗ്യാസുകളും, നമ്മളെ പ്രകൃതിയിലുള്ള ഹൈഡ്രജൻ ആയാലും ഹീലിയം ആയാലും കാർബൺ മോണോക്സൈഡ് ആയാലും മീഥേൻ ആയാലും എല്ലാ ഗ്യാസുകളും ഏത് ഗ്യാസുകളാണെന്ന് ഉറപ്പിക്കാം, റിയൽ ഗ്യാസുകളാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഏത് ഗ്യാസ് അല്ല, ഐഡിയൽ ഗ്യാസ് അല്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ ഗ്യാസുകളുടെയും ഇസഡിന്റെ വില 1 ആവുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇസഡിന്റെ വില എല്ലാ ഗ്യാസുകൾക്കും സെയിം ആണ്. എത്രയാണ്, 1 ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്രഷർ കൂടുകയാണ്, അപ്പൊ ഇവിടുത്തെ പ്രഷർ കുറവായിരിക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്രഷർ കൂടുകയാണ്. അപ്പൊ ഇവിടുത്തെ ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് പ്രഷർ വാല്യൂ കുറവായിരിക്കും. അപ്പൊ പ്രഷർ വളരെ വളരെ കുറവാണെങ്കിൽ എല്ലാ ഗ്യാസുകളുടെയും, ഞാൻ ഓർക്കുക, എല്ലാ ഗ്യാസുകളുടെയും പ്രഷർ കുറയുന്നതിനനുസരിച്ച് കാർബൺ മോണോക്സൈഡും മീഥൈനും ഹൈഡ്രജനും ഹീലിയം എല്ലാത്തിനും ഗ്യാസ് പ്രഷർ വളരെ വളരെ കുറവാണെങ്കിൽ, അതായത് എക്സ് ആക്സിസിന്റെ ഇങ്ങേ അറ്റത്താണ് വരുന്നതെങ്കിൽ എല്ലാത്തിന്റെ വില ഇസഡ് ഈക്വൽ ടു 1 ആവും. ദാറ്റ് മീൻസ് എല്ലാ ഗ്യാസുകളുടെയും ഇസഡ് വില 1 ആവുന്നു എപ്പോൾ, ലോ പ്രഷറിൽ. പ്രഷർ വളരെ കുറയുന്നു, ആ ഒരു കുറഞ്ഞു വരുന്ന സമയത്താണ് എന്താവുന്നത്, ഇസഡിന്റെ വില 1 ആവുന്നത്. അപ്പൊ നമുക്ക് പറയാം എല്ലാ ഗ്യാസുകളുടെയും ഇസഡ് വില 1 ആവണമെങ്കിൽ പ്രഷർ വളരെ കുറയണം. പ്രഷർ വളരെ കുറഞ്ഞാൽ മാത്രമേ ഇസഡ് വില എത്ര ആവത്തുള്ളൂ, 1 ആവത്തുള്ളൂ. പ്രഷർ വളരെ കുറയുന്ന സമയത്ത് ഇസഡ് വില 1 ആവുന്നു എന്ന് വെച്ചാൽ മീനിങ് എന്താ, അത് ഏത് ഗ്യാസ് ആവുന്നു, ഐഡിയൽ ഗ്യാസ് ആവുന്നു, അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് പോലെ ബിഹേവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാം എല്ലാ ഗ്യാസുകളും, ഈ ലോകത്തിലുള്ള ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഹീലിയം ആയിക്കോട്ടെ, കാർബൺ മോണോക്സൈഡ് ആയിക്കോട്ടെ, മീഥൈൻ ആയിക്കോട്ടെ, എല്ലാ ഗ്യാസുകളുടെയും ഇസഡ് വില 1 ആവുന്നു അറ്റ് ലോ പ്രഷർ. ഒരു പോയിന്റും കൂടി ഓർത്ത് വെച്ചേക്കണം, പ്രഷർ കുറവാണെങ്കിൽ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന പോയിന്റ് കൂടെ ഓർത്ത് വെച്ചേക്കണം. എല്ലാ ഗ്യാസുകളുടെ, അതിപ്പോ റിയൽ ഗ്യാസ് ആണെങ്കിലും ഐഡിയൽ ഗ്യാസ് ആണെങ്കിലും എല്ലാ ഗ്യാസുകളുടെയും ഇസഡ് വില 1 ആവുന്നു എപ്പോഴ്, ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം റിയൽ ഗ്യാസുകളുടെ ഇസഡ് വില 1 ആവുന്നു ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുപോലെ ആക്ട് ചെയ്യുന്നു പറയാം, ഐഡിയൽ ഗ്യാസ് പോലെ ആക്ട് ചെയ്യുന്നു പറയാം. അപ്പൊ ഇങ്ങനെ നമുക്കൊരു പോയിന്റ് പഠിക്കാം, all real gases show ideal behavior at low pressure and high temperature. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും എല്ലാ ഗ്യാസുകളും ഏത് ഇക്വേഷൻ ഒബേ ചെയ്യുന്നു, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നു. അല്ലെങ്കിൽ അവിടെ എല്ലാം ഇസഡിന്റെ വില എത്രയായി മാറുന്നു, 1 ആയിട്ട് മാറുന്നു. ഇനി നമ്മൾ വേറൊരു പോയിന്റ് കൂടെ പഠിക്കണം, ബോയിൽ പോയിന്റ് അല്ലെങ്കിൽ ബോയിൽ ടെമ്പറേച്ചർ എന്താണെന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ എല്ലാ ടെമ്പറേച്ചറിലും ഒന്നും ഈ ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യില്ല. ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണോ ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നത്, ആ ടെമ്പറേച്ചർ റേഞ്ചിനെയാണ് നമ്മൾ ബോയിൽ പോയിന്റ് അല്ലെങ്കിൽ ബോയിൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ടെമ്പറേച്ചർ റേഞ്ച് അറ്റ് വിച്ച് ദ ഗ്യാസ് ഒബേസ് എന്താണ്, every real gases obey ideal gas equation are called boil temperature or boil point. The temperature at which the gases obey ideal gas equation, real gases obey ideal gas equation are called boil point or boil temperature. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ +1 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇത്രയും പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മളിപ്പോ കവർ ചെയ്തിരിക്കുകയാണ്. +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ആകെ 3 ചാപ്റ്ററുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സം ബേസിക് കൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, തെർമോഡൈനാമിക്സ്. അത് ഉടനെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. +2 ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം.
+2ന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ വാട്സപ്പ് വഴിയായിരിക്കും അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ, ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് ക്ലാസ്സുകൾ കാണുക. ഈ ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്രദമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ ഇട്ട ഈ ക്ലാസ്സുകൾ ഏകദേശം 50 മുതൽ 60 ക്ലാസ്സുകൾ വരെ നിങ്ങളുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളിൽ നിന്നും മാത്രമേ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവത്തുള്ളൂ. അറ്റ് ദ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് ഈ ക്ലാസ്സുകൾ മുഴുവൻ കാണുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യുക. മാക്സിമം ഇത് ഷെയർ ചെയ്യുക. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് ചാനലുകൾ ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്താൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, ഇതിന്റെ യൂട്യൂബ് സജഷനിലേക്ക് വരത്തുള്ളൂ. എന്നാൽ മാത്രമേ അത് ബാക്കിയുള്ള കുട്ടികളിലേക്ക് എത്തത്തുള്ളൂ. പലരും ഈ ചാനലുകൾ ഈ ഇടയ്ക്ക് ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. എന്താണ്, ഇപ്പോഴാണ് സാർ ചാനൽ കാണുന്നത്, ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ നേരത്തെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുള്ള വിഷമങ്ങളൊക്കെ, നേരത്തെ അറിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമമൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾ പലരും കമന്റ് ചെയ്യുന്നുണ്ട്, അല്ലാതെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങള് നമ്മുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ ഡെയിലി നോട്ട്സ്, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ട്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആ ചാനലിൽ. ആ ചാനലിൽ നിങ്ങൾ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ചാനലിൽ ജോയിൻ ചെയ്യാം. ഡെയിലി ഞാൻ അതിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലിങ്ക് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ എന്താണ് സജഷൻസ്, ഇതെല്ലാം ഞാൻ അതിൽ പറയുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സുകൾ ഉൾപ്പെടുത്താൻ പല കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഉള്ളതിന് പരിമിതികളുണ്ട്. സോ നമുക്ക് അതിന്റെ ഡ്യൂറേഷൻ, അതിന്റെ എന്താണ് സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പ്രമാണിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ നോട്ട്സും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസും എല്ലാം ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.